നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനും ഏറ്റവും പ്രിയങ്കരനുമായിട്ടുള്ള MR അജിത് കുമാറിന്റെ പേര് കേന്ദ്രം തന്നെ നേരിട്ട് വിട്ടിയിരിക്കുന്നു. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള ചുരുക്കപ്പട്ടികയാണ് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയത്. അതിലാണ് മനോജ് എബ്രഹാമും അതുപോലെ തന്നെ അജിത് കുമാറും ഉണ്ടാകില്ല എന്ന സൂചന ലഭ്യമായത്. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ നിന്നാണ് ADGP MR അജിത് കുമാറിനെ അങ്ങനെ പുറത്താക്കിയത്. റോഡ് സേഫ്റ്റി കമ്മീഷൻ നിതിൻ അഗർവാൾ, IB സ്പെഷ്യൽ ഡയറക്ടർ റവാഡ ചന്ദ്രശേഖർ, ഫയർഫോഴ്സ് മേധാവി രോഗേഷ് ഗുപ്ത എന്നിവരാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ഇനി കേരളത്തിന്റെ DGP ആയി ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത്. വ്യാഴാഴ്ച ഡൽഹിയിൽ ചേർന്ന UPSC യോഗത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിമാരുടെ ചുരുക്കപ്പട്ടികയ്ക്ക് അന്തിമ രൂപമുണ്ടായത്. MR അജിത് കുമാറിനെ DGP സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തന്നെയാണ് ഈ പട്ടിക പുറത്തു വന്നതോടെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. കേന്ദ്ര നയം അതിന് വിരുദ്ധമായി തന്നെയാണ് ഇതുവരെ പിന്തുടർന്നു പോണ നയങ്ങൾക്ക്, നിയമങ്ങൾക്ക് അനുസൃതമല്ലാതെയാണ് ഇത്തവണ ഒരു പട്ടിക അയച്ചിട്ടുണ്ടായിരുന്നത്. MR അജിത് കുമാറിനെ കൂടാതെ സുരേഷ് രാജ് പുരോഹിതിനെയും ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിനെയും പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 6 അംഗ പട്ടികയാണ് സംസ്ഥാനം കേന്ദ്രത്തിന് കൊടുത്തത്. DGP റാങ്കിലുള്ള 4 പേരെ മാത്രമേ പരിഗണിക്കൂ എന്ന് കേന്ദ്രം കൃത്യമായി അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും MR അജിത് കുമാറിനെ ഉൾപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടിക കൂടി ഉൾപ്പെടുത്തി സംസ്ഥാനം കേന്ദ്രത്തിന് അയച്ചത്. എന്നാൽ അത് പാടെ തള്ളിക്കളയുകയാണ് കേന്ദ്രം ചെയ്തത്. പട്ടികയിൽ ADGPമാരെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് കേന്ദ്രം കൃത്യമായി പറഞ്ഞെങ്കിലും സംസ്ഥാന സർക്കാർ അത് അവസാനം വരെ അംഗീകരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. കേന്ദ്രം നൽകിയ 3 അംഗ പട്ടികയിൽ ഒരാളെ മുഖ്യമന്ത്രി പുതിയ പോലീസ് മേധാവിയായി തന്നെ ഇനി നിയമിക്കേണ്ടിയിരിക്കുന്നു. MR അജിത് കുമാർ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് മറ്റാരെയും തന്നെ അർദ്ധശങ്കയ്ക്ക് വകയില്ലാതെ പരിഗണിക്കുമായിരുന്നുവെന്ന റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് അത്തരത്തിലൊരു വളഞ്ഞ വഴി സ്വീകരിക്കാൻ തയ്യാറായത്. നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിയായ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജൂൺ മാസമാണ് വിരമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പോലീസ് മേധാവിയെ ആ സ്ഥാനത്തേക്ക് സർക്കാർ പരിഗണിക്കുന്ന പട്ടികയാണ് കേന്ദ്രാനുമതിക്കായി അയച്ചതും. ഡൽഹിയിൽ നടന്ന യോഗത്തിൽ ചീഫ് സെക്രട്ടറി A ജയതിലകും സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ദർവേഷ് സാഹിബുമാണ് കേരളത്തിൽ നിന്ന് പങ്കെടുത്തത്. 3 പേരുടെ ചുരുക്കപ്പട്ടിക മുഖ്യമന്ത്രിക്ക് കൈമാറാൻ ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് പതിവ്. സാധാരണയായി പട്ടിക മന്ത്രിസഭ ചർച്ച ചെയ്ത് പിന്നാലെയാണ് പുതിയ പോലീസ് മേധാവിയെ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഇത്തവണ അതിലൊരു മാറ്റമുണ്ടാകുമെന്നാണ് സൂചന. ദർവേഷ് സാഹിബ് 30-ന് വിരമിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ അതിൽ ഒരു തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. ദർവേഷ് സാഹിബ് വിരമിക്കുന്ന ചടങ്ങിൽ വെച്ച് തന്നെ പുതിയ പോലീസ് മേധാവിക്ക് അധികാരവും കൈമാറും. 30 വർഷം സേവനം പൂർത്തിയാക്കിയ IPS ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് തയ്യാറാക്കിയത്. അതിൽ ആദ്യത്തെ 3 പേർ UPSC ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടു. MR അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു PV അൻവർ അടക്കം ഇടതുപക്ഷത്തു നിന്നും തെറ്റിപ്പിരിഞ്ഞത് പോലും. കവടിയാറിലെ ഫ്ളാറ്റ്, വീട് നിർമ്മാണം, ഫ്ളാറ്റ് വാങ്ങൽ, സ്വർണ്ണക്കടത്ത് അടക്കമുള്ള ഗുരുതരമായ പല ആരോപണങ്ങളും PV അൻവർ MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ വിഷയത്തിൽ വിജിലൻസ് തിരുവനന്തപുരം യൂണിറ്റ് അന്വേഷണം നടത്തിയെങ്കിലും അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകുകയായിരുന്നു ചെയ്തത്. തൃശൂർ പൂരം അലങ്കോലമാക്കിയ സംഭവത്തിലും അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിൽ അജിത് കുമാർ അന്വേഷണം നേരിടുകയും ചെയ്തിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നടത്തിയ വകുപ്പ് തല അന്വേഷണത്തിൽ പൂരം അലങ്കോലമാക്കിയതിൽ അജിത് കുമാറിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ട് നൽകിയത്. ആരോപണങ്ങൾ ഇത്രയധികം ഉയർന്നിട്ട് പോലും MR അജിത് കുമാറിനെ DGP പട്ടികയിൽ ഉൾപ്പെടുത്തിയ സർക്കാർ തീരുമാനം തന്നെയാണ് വലിയ തോതിൽ വിമർശന വിധേയമായി മാറിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്നതിൻ്റെ പേരിൽ ഏത് മേഖലയിലേക്കും കടന്നു കയറാമെന്നുള്ള ഒരു വലിയ നീക്കമാണ് ഇവിടെ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.